റോഡ് തകർന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട പാറമൽ അങ്ങാടിയിൽ അപകടങ്ങൾ പതിവാകുന്നു. വലിയ അപകടങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. പാറമൽ അങ്ങാടിയിലാണ് മെയിൻ റോഡ് 3 വർഷത്തോളമായി അടിക്കടി തകർന്നുകൊണ്ടിരിക്കുന്നത്. പലതവണ പാച്ച് വർക്ക് നടത്തിയിട്ടും നാട്ടുകാർ ഇടപെട്ട് കുഴികൾ നികത്തിയിട്ടും റോഡിലെ ഗർത്തങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നില്ല. പാറമൽ പഴമ്പള്ളി റോഡിൽ നിന്ന് മഴവെള്ളം കുത്തിയൊലിച്ച് മെയിൻ റോഡിലേക്ക് ചാടുന്ന ഭാഗത്താണ് നിരന്തരം ഗർത്തങ്ങൾ രൂപപ്പെടുന്നത്. ഓരോ ദിവസവും ഗർത്തത്തിന്റെ വ്യാപ്തി കൂടി വരികയാണ്. കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും റോഡിന്റെ ഓരങ്ങളിലേക്ക് വാഹനങ്ങൾ അടുപ്പിക്കുന്നതും നിരന്തരം അപകടങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട്. മാവൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടാതിരിക്കാൻ എതിർഭാഗത്തേക്ക് ദിശ മാറി വരുന്നത് വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാനും വലിയ അപകടങ്ങൾക്കും കാരണമാകും. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഈ റോഡ് ഇപ്പോൾ ഇങ്ങനെ കോലത്തിലായിട്ട് 2-3 വർഷമായി. ഇടക്കിടക്ക് വന്ന് പാച്ച് വർക്ക് ചെയ്യും. അത് 2-3 ഒരു മഴ ഇതാവും പോവും. ഞങ്ങൾ നാട്ടുകാർ തന്നെ കുറേ ആൾക്കാർ കുറേ പൊടിയും മണ്ണൊക്കെ ഇട്ട് കുറേ കഴിച്ചില്ല. പക്ഷേ ഈ മേലെയുള്ള റോഡിൽ നിന്ന് ഈ വെള്ളം കുത്തി ഒലിക്കുന്നതിനോടാണ് ഇങ്ങനെ ഈ സംഭവം സംഭവിക്കുന്നത്. ഇതൊന്നുകിൽ കട്ട വെക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനം കൊണ്ടുവരാതെ ഈ കുഴി ഇവിടുന്ന് പോവില്ല. പിന്നെ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഗൂഡല്ലൂർ വരെ ഇപ്പം ബസ്, കോഴിക്കോട് ഗൂഡല്ലൂർ വരെ ഇപ്പോൾ ബസ് ഓടുന്ന സ്ഥലമാണിത്. യാത്രക്കാർ കണ്ടമാനാണ്. എളമരം പാലൊക്കെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അതിൻ്റെ ആൾക്കാരെ എത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ റോഡിൻ്റെ അവസ്ഥ, എത്രയോ ബൈക്കുകാർ ഇവിടെ കെട്ടിമാരെ വീണിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലൊക്കെ ചെയ്യൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊരു അപകടാവസ്ഥയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കാര്യം. കാരണം ഇതാണ് ഈ റോഡിൻ്റെ കെട്ടിമാരെ വീണിട്ട് ബൈക്കുകാരാണ് കൂടുതൽ പ്രശ്നം ഇതിൽ. എന്നാളിപ്പോൾ ഒരു കാറാറ് ഫാമിലി 2 വണ്ടി തമ്മിൽ തട്ടിപ്പോയി. അങ്ങനെ ഒരുപാട് അപകടം അവിടെ നടക്കുന്നുണ്ട്. ചെറിയ അപകടങ്ങളാണ്. പക്ഷേ വലിയ അപകടം വരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് ഇതിൻ്റെ യഥാസ്ഥാനത്ത് റിപ്പോർട്ട് എത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും അത് മാത്രമല്ല, ആ റോഡിൻ്റെ മേലെ ഭാഗം ഒരു വെള്ളത്തിൻ്റെ ലീക്കുണ്ട്. അവിടെ മെയിൻ വാൾവുണ്ട്. അവിടെ ആ വാൾവിലൂടെയുള്ള ലീക്ക് കൊണ്ടാണ് ഈ റോഡ് നന്നാവാത്തത്. ആദ്യം നന്നാക്കേണ്ടത് ആ വാൾവിൻ്റെ ലീക്കാണ്. അതൊന്നുകിൽ ആ വാൾവ് എടുത്ത് മേലോട്ട് വെക്കുക, അതല്ല എങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക ചെയ്യാതെ ആ വാൾവിൻ്റെ മുകളിലൂടെ വണ്ടി കയറിയിട്ടാണ് ലീക്കാണത്. അതുകൊണ്ട് അത് ആദ്യം അടക്കണം. ആദ്യം അടച്ചതിന് ശേഷമേ ഈ റോഡ് നന്നാക്കിയിട്ട് കാര്യമുള്ളൂ. ഈ റോഡിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നല്ല ഭാഗം. അതിലാണ് ഇപ്പോൾ ഈ വണ്ടി സ്പീഡിൽ പോണത്. അപ്പോൾ ആ ഇപ്പോൾ മാവൂർ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടി ഈ കട്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തേക്ക് എടുക്കുമ്പം അപ്പുറത്തോട് വേറെ ബൈക്ക് വന്നിട്ട് അങ്ങനെ കൂടെ തന്നെ അപകടങ്ങൾ വരുന്നത്. ഇവിടെ കൂടുതൽ അപകടങ്ങൾ ആ കുഴി ഇങ്ങനെ നീങ്ങി ഈ ഭാഗത്തേക്കാണ് വരുന്നത്. എന്നാൽ ഇന്നെ തന്നെ വണ്ടിയും തട്ടിപ്പോയിന്. കാറുകാരന് സൈഡ് ഗ്ലാസ്, ആ സൈഡ് ഗ്ലാസ് തട്ടി എനിക്കൊന്നും പറ്റിയില്ല സംഭവം. പക്ഷേ അയാൾ ഗ്ലാസ് പൊട്ടിപ്പോയിന്. അതൊക്കെ ഈ കുഴി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ വണ്ടി ഒഴിച്ച് പോകുമ്പോഴാണ് നമുക്ക് തട്ടിപ്പോണത്. അതാരും പറഞ്ഞിട്ട് കാര്യമില്ല. കുഴി ഒഴിവാക്കാൻ വേണ്ടി ഒരു കുഴിയിലേക്കാണ് ആദ്യം നോക്കുന്നത്, ആളല്ല നോക്കുന്നത്. ഏതായാലും ആരും കുറ്റം പറയില്ല. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് ഇത് അധികാരിയിലേക്ക് എത്തിച്ചിട്ട് ഇതെങ്ങനെയെങ്കിലും ഒരു പോംവഴി ഇതിന് കണ്ടെത്തണം. ഇടതടവില്ലാതെ ആംബുലൻസുകളടക്കം കടന്നുപോകുന്ന റോഡിലാണ് വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. പഴമ്പള്ളി റോഡിലൂടെ കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കുകയോ പഴമ്പള്ളി റോഡിലൂടെ ഒലിച്ചു വരുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ശാസ്ത്രീയമായ സംവിധാനമൊരുക്കുകയോ റോഡ് പൊളിഞ്ഞു പോകാത്ത വിധം ഇന്റർലോക്ക് സംവിധാനം ഏർപ്പെടുത്തി നന്നാക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.